ശബരിമലയിൽ ആചാരലംഘനത്തിന് കൂട്ടുനിന്ന ഇടത് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമം അയ്യപ്പ ഭക്തരെ വിഡ്ഢികളാക്കുന്ന കാപട്യ സംഗമമാണെന്ന് ശിവസേന സംസ്ഥാന പ്രസിഡന്റ് പേരൂർക്കട ഹരികുമാർ പറഞ്ഞു. ശബരിമല പ്രക്ഷോഭകാലത്ത് നവോത്ഥാന സംഗമം നടത്തി ജനങ്ങളെ ഹൈന്ദവാചാരങ്ങൾക്കെതിരെ അണിനിരത്തിയവരാണ് LDF സർക്കാർ. ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ശിവസേന സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച പ്രതിഷേധ ദിനാചരണത്തിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP ഉൾപ്പെടെയുള്ള വിവിധ പാർട്ടികളും സംഘടനകളുടെ നിലപാടിനെയും ശിവസേന സ്വാഗതം ചെയ്യുകയാണ്. ഈ അയ്യപ്പ സംഗമത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ആർജവം കാണിച്ച ഓരോരുത്തരെയും അവരെ രാഷ്ട്രീയം നോക്കാതെ എല്ലാ വിശ്വാസികൾക്ക് വേണ്ടി അഭിനന്ദിക്കുവാൻ വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഞാൻ എന്തായാലും ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കാപട്യത്തിനെതിരെ, ഈ ഒരു കപട നാടകത്തിനെതിരെ ശിവസേന ഇന്ന് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ ദിനം, അതോടനുബന്ധിച്ചുള്ള ഈ ധർണയും വിശ്വാസി സംഗമവും നിങ്ങൾ ഓരോ വിശ്വാസികളെയും നിങ്ങൾ ഓരോരുത്തരെയും നമിച്ചുകൊണ്ട് അയ്യപ്പന്റെ നാമധേയത്തിൽ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ആഗോള അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡിന്റെ പണം ദൂർത്തടിക്കാനുള്ള മറ്റൊരു ഉപാധി മാത്രമാണ്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കടത്തിയ സംഭവം ദേവസ്വം ബോർഡ് ക്ഷേത്രസമ്പത്ത് കവരാൻ മടികാണിക്കാത്തവരാണെന്ന് വെളിവാക്കുന്നതാണ്. ശബരിമല പ്രക്ഷോഭകാലത്ത് വിശ്വാസികൾക്കെതിരായ കേസ് പോലും പിൻവലിക്കാൻ തയ്യാറാകാത്ത സർക്കാർ ദേശവിരുദ്ധ സമരം നടത്തിയവരെ കുറ്റവിമുക്തരാക്കി അയ്യപ്പ ഭക്തന്മാരെ ക്രിമിനലുകളായി മുദ്രകുത്തിയവരാണ്. സ്ത്രീ പ്രവേശന വിഷയത്തിൽ ദേവസ്വം ബോർഡിന്റെ മുൻ നിലപാട് തിരുത്തി സ്ത്രീ പ്രവേശനം അനുവദിക്കാമെന്ന് സത്യവാങ്മൂലം നൽകിയവരാണ് ദേവസ്വം ബോർഡും ഇടതു സർക്കാരും. ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല. ഈ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് വിശ്വാസികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് എന്ന വ്യാജേന ആഗോള അയ്യപ്പ സംഗമം എന്ന തികഞ്ഞ കാപട്യത്തിന് പിണറായി സർക്കാർ തയ്യാറായിരിക്കുന്നത്. ഈശ്വരവിരുദ്ധരായ 2 സ്ത്രീകളെ പ്രച്ഛന്നവേഷം കെട്ടിച്ച് പോലീസ് അകമ്പടിയോടെ സന്നിധാനത്ത് അയ്യപ്പന്റെ തിരുനടയിൽ എത്തിച്ച് ആചാരം ലംഘിച്ചതും ഇക്കാര്യം പുച്ഛഭാവത്തിൽ മാധ്യമങ്ങളിലൂടെ ജനങ്ങളോട് പറഞ്ഞ കേരളത്തിലെ മുഖ്യനെ ഒരു വിശ്വാസിക്കും മറക്കാനാകില്ല. ദേവസ്വം ബോർഡ് അയ്യപ്പ സംഗമം നടത്തുകയല്ല, ആ തുകയ്ക്ക് തീർത്ഥാടന കാലത്ത് തീർത്ഥാടകർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യം ഒരുക്കുകയാണ് വേണ്ടത്. കേരളത്തിലെ സർക്കാർ അതിഥി മന്ദിരങ്ങളിൽ തീർത്ഥാടന കാലത്ത് അയ്യപ്പന്മാർക്ക് സൗകര്യങ്ങൾ ഒരുക്കണം. തീർത്ഥാടക വാഹനങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ഈടാക്കുന്ന നികുതിയിൽ 50% ഇളവ് അനുവദിക്കണം. തീർത്ഥാടന മേഖലയിൽ സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കണമെന്നും ശിവസേന ആവശ്യപ്പെട്ടു. ദേവസ്വം ഭരണം വിശ്വാസികളെ ഏൽപ്പിക്കുക, ശബരിമലയെ കച്ചവടവൽക്കരിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ധർണയിൽ ഉയർന്നു. ധർണയിൽ ശിവസേന തമിഴ്നാട് പോണ്ടിച്ചേരി കോർഡിനേറ്റർ ചിതറാൽ രാജേഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി രാധാകൃഷ്ണ മേനോൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ മോഹൻകുമാർ നായർ, രാജീവ് രാജധാനി, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശാന്താലയം ശശികുമാർ തുടങ്ങിയ നേതാക്കൾ ധർണയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.